അപ്പോൾ ഞാനിപ്പം നിൽക്കുന്നത് തിരുപ്പതിയിൽ നിന്ന് 22 കിലോമീറ്റർ മാറി മലമുകളിൽ തിരുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വന്ന വീഡിയോ നിങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് വാ. ട്രെയിൻ വൈകിട്ട് 6-നായിരുന്നു. ഞങ്ങളൊരു 5 മണിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 1. ആഫ്റ്റർ ദാറ്റ് ഞങ്ങളുടെ ട്രെയിൻ എത്തി. തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ സ്വർണ്ണജയന്തി എക്സ്പ്രസ്. ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിനാണ് ഞങ്ങൾ തിരുപ്പതി വരെ യാത്ര ചെയ്യുന്നത്. ഫൈനലി ഞങ്ങൾ ട്രെയിനിൽ കയറി. സീറ്റ് എവിടെയെന്നൊക്കെ നോക്കുന്ന തിരക്കിലായിരുന്നു. അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങളവിടെ ഇരുന്നു. പിന്നെ രാത്രിയായി, അറിയാലോ, വിശക്കും, ഫുഡ് കഴിക്കണം. ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. ട്രെയിൻ ഒരു 1/2-3/4 മണിക്കൂർ ലേറ്റായിരുന്നു. തൃശ്ശൂരിന് മുമ്പുള്ള ഒരു സ്റ്റേഷനിൽ അവിടെ ക്രോസിങ്ങിനായിട്ട് പിടിച്ചിട്ട് കുറേ വണ്ടികൾ മുമ്പിലുണ്ട്. അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും വന്ദേ ഭാരത് കടന്നു പോകാനായിട്ടും അവിടെ കുറച്ച് നേരം പിടിച്ചിട്ടായിരുന്നു. അങ്ങനെ പോകെ 1/4-3/4 മണിക്കൂർ ഡിലേ വണ്ടി റണ്ണിങ്ങിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഓൺ ടൈമിൽ വെളുപ്പിന് 5 മണിയായപ്പോൾ കാട്ട്പാടി ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് ചിറ്റൂർ തിരുപ്പതി ലൈനിൽ കയറി. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. 7:15 എത്തുന്നതിൻ്റെ അടുത്ത് എത്തി. സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. അവിടെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. ടാക്സി, ഓട്ടോ, ടെമ്പോ ട്രാവലർ പുറത്ത്. ഞങ്ങൾ മൊത്തം 16 പേരുണ്ടല്ലോ. ഞങ്ങൾ ടെമ്പോ ട്രാവൽ എടുക്കാമെന്ന് വിചാരിച്ച്. വേറെ 14 സീറ്റിൻ്റെ വണ്ടിയാണ്. മല കയറുന്നതിന് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അടിവാരത്ത്. അലിവിരി ചെക്ക് പോസ്റ്റ് എന്നാ പേര്. അവിടെ നമ്മളെ ചെക്ക് ചെയ്യും, നമ്മുടെ ബാഗ്. അത് മുകളിലോട്ട് പോകുന്ന വണ്ടികൾ മാത്രമേ പോകത്തുള്ളൂ. തിരിച്ച് മുകളിൽ നിന്ന് താഴത്തോട്ടുള്ള വഴി എന്ന് പറയുന്നത് വേറൊരു ഭാഗത്തു കൂടിയാണ്. അതൊരു നല്ല കൺസെപ്റ്റാണല്ലേ. സിംഗിൾ വേ ആയതുകൊണ്ട് തന്നെ തിരക്കുകൾ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഉള്ള ടൈം ലിമിറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ താഴെ നിന്ന് പൊക്കത്തോട്ട് പോകുമ്പോൾ 28 മിനിറ്റാണ് പറയുന്നത്. അതിന് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടും. ശേഷം എത്തുക. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴത്തോട്ട് പോകുമ്പോൾ മിനിമം 40 മിനിറ്റ് എടുക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. 40 മിനിറ്റിന് ശേഷമാവാം, മുൻപാവരുത്. വെളുപ്പിന് 12 മണി മുതൽ 3 മണി വരെ വാഹനങ്ങളൊന്നും കടത്തി വിടത്തില്ല. ആ സമയത്ത് ഇവിടെ ചരക്ക് വാഹനങ്ങൾ പോകാനുള്ള സമയമാണ്. കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ശരിക്കും തിരുപ്പതി എന്ന് പറയുന്നത് താഴെയുള്ള സ്ഥലവും തിരുമല എന്ന് പറയുന്നത് മലമുകളിൽ അമ്പലിരിക്കുന്ന സ്ഥലമാണ്. കേരളത്തിൽ തന്നെ ശബരിമല താഴെ പമ്പയും മുകളിൽ ശബരിമലയല്ലേ. താഴെ പമ്പ വരെയാണ് നമുക്ക് ബസ് സൗകര്യവും മറ്റ് വാഹനങ്ങളൊക്കെ ഉള്ളത്. തിരുപ്പതി തിരുമല ആ ഒരു ഐഡിയ കിട്ടാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെ തിരുപ്പതിയിൽ എത്തിച്ചേരാം? സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്നത് ട്രെയിനുകളാണ്. കേരളത്തിൽ നിന്നും ഒരുപാട് ട്രെയിനുകൾ തിരുപ്പതിയിലേക്കും പോകുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത സ്റ്റേഷനായിട്ടുള്ള രേണുകുണ്ടയിലേക്കും പോകുന്നുണ്ട്. കേരളത്തിൽ നിന്നും ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ശബരി എക്സ്പ്രസ്, പൂനെ എക്സ്പ്രസ്, കേരള എക്സ്പ്രസ്, കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ഉണ്ട്. ആഴ്ചയിൽ 2 ദിവസം ഓടുന്ന വണ്ടി. സ്വന്തമായിട്ട് വാഹനമുള്ളവർ സ്വന്തമായിട്ട് വാഹനം ഓടിച്ച് വരിക എന്നുള്ളതാണ്. അതിൽ തന്നെ വലിയ വലിയ ട്രാവലർ പോലത്തെ ബസ്സുകൾ, എബോ 15 സീറ്റുള്ള വണ്ടികൾ, അതൊക്കെ പൊക്കത്തോട്ട് കടത്തി വിടുമോയെന്ന് അറിയത്തില്ല. തിരുമലയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ദർശനം നടത്തുന്ന മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് വ്യക്തമായൊരു പ്ലാനിങ്ങോടെ പോവാം. ഓൺലൈൻ ടിക്കറ്റ് 300-ൻ്റെ ദർശനമുണ്ട്, 500-ൻ്റെ ദർശനമുണ്ട്. അത് നിങ്ങൾ TTD തിരുമല തിരുപ്പതി ദേവസ്ഥാനം വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ APSRTCയുടെ ബസ്സുകൾ കിട്ടുന്ന തന്നെ AC ബസ് ഉണ്ട്, നോൺ AC ബസ് ഉണ്ട്. AC ബസ്സിന് 110 രൂപയും നോൺ AC ബസ്സിന് 90 രൂപയാണ്. അപ്പോൾ ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുക്കുമ്പോൾ കുറച്ച് കുറയും. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നിങ്ങൾ തിരുപ്പതിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ദർശനം നടത്താം? അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ലോട്ടാണ് SSD എന്ന് പറയും, സ്ലോട്ടഡ് സർവ്വദർശനം. ഇത് 3 കൊടുക്കുന്നത് ശരിക്കും. ശ്രീനിവാസം, വിഷ്ണുനിവാസം, ഭൂദേവി കോംപ്ലക്സ്. ഒറിജിനൽ ആധാർ കാർഡ് മസ്റ്റായിട്ട് കയ്യിൽ കരുതണം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ എത്ര പേരുണ്ടോ? ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നോക്കാം. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ 16 പേരുണ്ട്. ഈ 16 പേരും ക്യൂ നിന്ന് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നടന്നിട്ട് പോകണമെങ്കിൽ 2 വഴി കൂടിയാണ് പോകാൻ സാധിക്കുന്നത്. ഒന്ന് അലിപിരി വഴിയും പിന്നെ രണ്ടാമത് ശ്രീവാരിമേട്ട് വഴിയും. അലിപിരി വഴി പോകുന്നതാണെങ്കിൽ 3500 സ്റ്റെപ്പുകളുണ്ടാവും. ശ്രീവാരിമേട്ടു ആണെങ്കിൽ ഒരു 2000-ഓളം സ്റ്റെപ്പുകളുണ്ടാവും. ഇതിൽ ശ്രീവാരിമേട്ട് വഴി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പോകാൻ. അപ്പോൾ നല്ലത് അലിപിരിയാണ്, പക്ഷെ കുറച്ച് നടക്കാനുണ്ട്. ക്ഷേത്രത്തിലേക്ക് കയറി പോകാൻ കഴിയുന്ന പ്രധാന ഭാഗം വരുന്നത് ഇവിടെയാണ്. നമുക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടും. ഇവിടുത്തെ മിക്ക ആൾക്കാരും തല മൊട്ടയടിച്ചിട്ടാണ് ഉള്ളത്. നമ്മുടെ പഴനിയിലൊക്കെ മൊട്ടടിക്കുന്ന പോലെ. അങ്ങ് കാണുന്ന ക്ഷേത്രവും അതിൻ്റെ തൊട്ട് പുറകിലുള്ള മലനിരകളും. അപ്പോൾ ഈ ക്ഷേത്രവും ആ മലനിരകളും അതാണ് ഇവിടുത്തെ പ്രധാന ഭംഗി. ഈസ്റ്റേൺ ഗട്ട്സിലെ ശേഷാചലം കുന്നുകൾ, 7 ഹിൽസ് എന്നും ഇതിനെ അറിയപ്പെടുന്നു.
ആ 7 ഹിൽസ് ഏതൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, വൃഷഭാദ്രി, നാരായണാദ്രി, വെങ്കടാദ്രി. വെങ്കടാദ്രി മലനിരകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു തിരുമല ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. തിരുപ്പതി ബാലാജി എന്നും തിരുപ്പതി വെങ്കടേശ്വരനും എന്നൊക്കെ ഇവിടെ അറിയപ്പെടുന്നു. ഇവിടെ അന്നദാനത്തിൻ്റെ സമയക്രമമാണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് 8:30 മുതൽ 10:30 വരെ, ലഞ്ച് 10:30 മുതൽ 4 മണി വരെ, ഡിന്നർ 5 മണി മുതൽ 10:30 വരെ ആണെന്നാണ് ആ അന്നദാനത്തിൻ്റെ ഹോള്. ഇവിടെ ഇന്ത്യാസ് നമ്പർ 1 കിച്ചൺ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ദർശന ടിക്കറ്റ് ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തായിരുന്നു. ദർശന ടിക്കറ്റും റൂമും ഞങ്ങൾ 3 മാസം മുന്നേ തന്നെ ബുക്ക് ചെയ്തു. അപ്പം ഞങ്ങൾ ദർശനം എടുത്തത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയാണ്. ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്കും വ്യാഴാഴ്ച രാത്രി 8 മണിക്കുമാണ് ഞങ്ങൾ എടുത്തത്. 300-ൻ്റെ സ്പെഷ്യൽ എൻട്രി ദർശനം, 500-ൻ്റെ ഓൺലൈൻ സേവാ ദർശനം, വ്യാഴാഴ്ച 3 സീനിയർ സിറ്റിസൺ ദർശനം ഉണ്ടായിരുന്നു. പിന്നെ തലേദിവസം ബുധനാഴ്ച ഞങ്ങൾ കുറച്ച് പേര് ഫ്രീ ദർശനത്തിന് കയറിയായിരുന്നു. പിറ്റേ ദിവസം ഉച്ചയോടെ ഞങ്ങൾക്ക് ദർശനം കിട്ടി. ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലെത്തി. ഞങ്ങൾക്ക് കിട്ടിയ റൂം വരാഹസ്വാമി റെസ്റ്റ് ഹൗസ് ആയിട്ട്. പിറ്റേ ദിവസം ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് അവിടെ മുകളിലുള്ള സ്ഥലങ്ങളൊക്കെ കറങ്ങാം. ശ്രീവാരി പാതുകം, ശിലാതോരണം, ചക്രതീർത്ഥം, വേണുഗോപാലസ്വാമി ക്ഷേത്രം, ജപ്പാളി, ആകാശഗംഗ, പാപവിനാശം, ഇത്രയും സ്ഥലങ്ങളിലൊക്കെയാണ് ഞങ്ങൾ പൊക്കത്ത് അവിടെ കറങ്ങാൻ പോയത്. ദിവസം തന്നെ ഞങ്ങൾ മല ഇറങ്ങി താഴെ അവിടെ റൂം എടുത്തായിരുന്നു. ദാമോദർ റെസിഡൻസി എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ഒരു പ്രൈവറ്റ് റൂമായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ കോണ്ടാക്ട് നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പത്മാവതി അമ്പലത്തിൽ പോയി തൊഴുത് പിറ്റേ ദിവസം ശനിയാഴ്ച ഞങ്ങൾ ഗോവിന്ദരാജസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഞങ്ങൾ തിരുപ്പതിയിൽ നിന്നായിരുന്നു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. തിരുപ്പതിയിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ ഞങ്ങൾ പോയ ട്രെയിൻ പൂനെ കന്യാകുമാരി എക്സ്പ്രസ്സിനാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.